നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പരസ്പരം വഴക്ക് കൂടി പിരിയാൻ പാടില്ല. രാധ വേണം ഇനി ഇവർക്ക് എന്ന സ്ഥാനത്ത്. മോളെ, നീ കരയുകയായിരുന്നല്ലേ? ഏയ്, എന്ത് കരച്ചില്? അതില് വലിയ കാര്യമൊന്നുമില്ല. ഉണ്ട്, കാര്യമുണ്ട്. നിന്റെ മനസ്സ് വേദനിച്ച, നിന്റെ കണ്ണീന്ന് കണ്ണീര് വീഴ്ത്തിയാൽ അവളുടെ ജീവിതം കരിഞ്ഞു പോവും. അത് അവൾക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാ. പിന്നെ അവൾ എത്രയൊക്കെ വെല്ലുവിളിച്ചു പറഞ്ഞാലും എനിക്കറിയാം നീ അവളുടെ അമ്മയായിരുന്നു എന്ന്. അതാണ് സത്യം. ഏയ് അല്ല, അവള് പറഞ്ഞത് കേട്ടില്ലേ? 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവില്ലെന്ന്. അതാ സത്യം. ഞാനതറിയാതെ പോയി. തെറ്റ്. പ്രസവിച്ചതുകൊണ്ട് മാത്രം ഒരു സ്ത്രീ അമ്മയാവുന്നത് എങ്ങനെ? പ്രസവിക്കാത്തത് കൊണ്ട് മാത്രം അമ്മ ആവാതെ ഇരിക്കുന്നില്ല ആരും. ദേ, ഇവിടെ നോക്ക്. കർമ്മബന്ധം എന്ന് പറഞ്ഞ ഒന്നുണ്ട് ഈ ലോകത്ത്. ജന്മബന്ധത്തെക്കാൾ വലുതാ അത്. കർമ്മം കൊണ്ട് മനുഷ്യർക്ക് അന്യോന്യം ജ്യേഷ്ഠനാവാം, പെങ്ങളാവാം, അനിയനാവാം, അച്ഛനും അമ്മയും ആവാം. മനസ്സിലായോ നിനക്ക്? കടമ ചെയ്യാതെ പരസ്പരം ശത്രുതയോടെ യുദ്ധം ചെയ്യുന്ന എത്രയോ രക്തബന്ധങ്ങളുണ്ട് നമുക്കിടയിൽ. അവരെക്കാൾ ഒരുപാട് മുകളിലാണ് മോളെ കർമ്മബന്ധങ്ങളുടെ സ്ഥാനം. സീതമ്മ, അല്ലെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നീ എന്നെ സ്വന്തം അമ്മയായിട്ടല്ലേ കരുതുന്നത്? എന്ത് ബന്ധുവാ നമ്മൾ തമ്മിലുള്ളത്? അത് നീ പറഞ്ഞേ കേക്കട്ടെ. ഒന്നുമില്ല. എന്നിട്ടും പൊക്കിൽ കൂടി ബന്ധമില്ലാതെ എനിക്കറിയാം നിങ്ങളൊക്കെ എന്റെ മക്കളാണെന്ന്. അതുപോലെ ആരൊക്കെ എത്രയൊക്കെ തള്ളി പറഞ്ഞാലും മനസ്സുകൊണ്ട് ഒരു തിരിച്ചറിവ് മതി ആരതിയും ആരെയും നിന്റെ മക്കളാണെന്ന് മനസ്സിലാക്കാൻ. അവരെന്റെ മക്കള് തന്നെയാ സീതമ്മ. അല്ലെന്ന് ആരൊക്കെ പറഞ്ഞാലും അവർക്ക് വേണ്ടി ഞാൻ എന്റെ പ്രാണം വരെ കൊടുക്കാൻ തയ്യാറാ, എപ്പോഴും. ആണല്ലോ. അപ്പൊ പിന്നെ മക്കളെ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അച്ഛനമ്മമാരല്ലേ ക്ഷമിക്കേണ്ടത്? നീ അത് ക്ഷമിച്ചു കളാ. അത് കഴിഞ്ഞു, അത്ര തന്നെ. എനിക്ക് അവളോട് ദേഷ്യമൊന്നും ഇല്ല സീതമ്മ. പറഞ്ഞ വാക്കുകള് ചങ്കില് കോർത്ത് കിടക്കുന്നതിന്റെ ഒരു പിടച്ചില്, അത്രയുള്ളൂ. അറിയാം, ചെറിയ കുട്ടിയല്ലേടി അവള്. ആഗ്രഹിച്ച പോലൊരു വിവാഹമല്ലല്ലോ നടന്നത്. എല്ലാവരോടും യുദ്ധം ചെയ്ത് നടന്നിട്ട് ഒരാവശ്യം വന്നപ്പോ ചോദിക്കാൻ മടി, ദുരഭിമാനം. അതാണ് ഇവിടെ ഇത്രയും വരുത്തി വെച്ചത്. ഫീസിന്റെ കാര്യമാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞ ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് കൊടുക്കില്ലേ സീതമ്മ? അവൾക്കൊരാവശ്യം വന്ന എന്റെ ചോരയൂറ്റി വിറ്റിട്ടാണെങ്കിലും ഞാനത് നടത്തി കൊടുക്കില്ലേ സീതമ്മ? എനിക്കറിയാം. പക്ഷേ സ്വന്തം കണ്ണുകെട്ടി നടക്കുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാകണ്ടേ? അവര് നോക്കുമ്പോ എല്ലായിടത്തും ഇരുട്ടാ. ആർക്കും ഇല്ല അടുപ്പം, എവിടെയില്ല വെളിച്ചം. അത്ര തന്നെ. സാരമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. ആ, ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യണം സീതമ്മേ. തൽക്കാലം കുറച്ച് സ്വർണ്ണം ഇരിപ്പുണ്ട്, അത് പണയം വെക്കാം. പിന്നെ പിന്നെ ആ, നമുക്കെന്നാ പഴയ ബേക്കറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ? എന്റെ കൂടെ നിൽക്കാവോ സീതമ്മയ്ക്ക്? ഞാൻ നിക്കാം. പക്ഷേ നിനക്കിപ്പോ തന്നെ ആവശ്യത്തിൽ കൂടുതൽ തിരക്കുകളില്ലേ? അതിന്റെ കൂടെ പലഹാര യൂണിറ്റ് കൂടെ തുടങ്ങിയ ഉറങ്ങാൻ പോലും സമയം കിട്ടില്ലെന്ന് തീർച്ചയാ. നിർമ്മാണം, പാക്കിംഗ്, ഓർഡർ എടുക്കല്, അങ്ങനെ നിന്ന് തിരിയാൻ പറ്റാതെയാവും. സാരമില്ല, എങ്ങനെയായാലും അവളുടെ പഠിത്തം മുടങ്ങരുത്, അതേ എനിക്കുള്ളൂ. നല്ല മനസ്സാ മോളെ നിന്റെ. ഈശ്വരൻ നിനക്ക് നല്ലതേ വരുത്തൂ. ഈ നന്മ കാണാൻ ആ കുട്ടിക്ക് കണ്ണില്ലാതെ പോയി. ഈശ്വരൻ ക്ഷമിക്കട്ടെ അവളോട്. അത്രയുള്ളൂ എനിക്ക് പറയാൻ. നിങ്ങൾ എന്റെ മുറിയിൽ കയറി ഞാൻ അറിയാതെ എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് മാറ്റിയോ? അത് മാത്രം എനിക്ക് അറിഞ്ഞാ മതി. എന്താടാ നീ ചോദിച്ചതിന്റെ അർത്ഥം? ഞാനൊരു കള്ളിയാണെന്നോ അതോ മോഷ്ടാവാണെന്നോ? ഇഷ്ടമുള്ളത് പോലെ എടുക്കാം.
എന്റെ മുറിയിൽ രാധയുടെ ചിത്രം വരച്ചത് കാണാതെ പോയിരിക്കുന്നു. ആരോ അത് എടുത്തു മാറ്റിയിരിക്കുന്നു എന്ന അർത്ഥം. ഞാനോ? ഞാനെന്തിനു നിന്റെ പടം എടുത്ത് മാറ്റണം? സാറേ, നമുക്കൊന്നുകൂടെ അവിടെയൊക്കെ നോക്കിയിട്ട്. ഓടാ, പോ. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പോവാൻ. നോക്ക് മേഘനാഥ, ഞാൻ നിന്റെ മുറിയിൽ കയറിയിട്ടില്ല. ഒരു നശിച്ചവളുടെയും ചിത്രം എടുത്ത് മാറ്റിയിട്ടുമില്ല. ആരെയാ നിങ്ങൾ നശിച്ചവളെന്ന് വിളിച്ചത്? എന്റെ രാധയാണോ? നിനക്കവള് വലിയ മഹാലക്ഷ്മി ആയിരിക്കും, എന്നാൽ എനിക്കവള് വെറും നശിച്ചവള് മാത്രം. അവളുടെ അച്ഛൻ തൃപ്പങ്ങോട്ട് വാസുദേവൻ കൊലപ്പെടുത്തിയ കോട്ടയ്ക്കൽ വിശ്വംഭരന്റെ ഭാര്യയാ ഞാൻ. ആ നീചന്റെ രക്തത്തിൽ പിറന്ന രാധയെ ഒരു നികൃഷ്ട ജന്തുവായ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനിയും അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. നിങ്ങൾ സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ. പറയുന്ന ഓരോ വാക്കിനും വലിയ അർത്ഥങ്ങളുണ്ട്. അതിന് പൊന്നും വില കൊടുക്കേണ്ടി വരുമെന്ന് മറക്കരുത്. നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഒന്നുമില്ലെങ്കിലും ഞാൻ പ്രസവിച്ചവനല്ലേടാ നീ. എന്റെ മുലപ്പാൽ വലിച്ചെടുത്ത് ജീവൻ വെച്ചവൻ. ഞാൻ നിന്നെ ഭയക്കണോ? എടാ ഭയക്കണോന്ന്. ഭയക്കും. ഭയക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ വന്നാലേ ഇവിടുത്തെ ഉത്തരത്തിൽ തൂങ്ങിയാടും ഈ ഭവാനി. അപ്പ വരും കോട്ടയ്ക്കൽ വിശ്വംഭരൻ നിന്നോട് ചോദിക്കാൻ. ഒരു പെണ്ണിന്റെ തൊലിവെളുപ്പിൽ മയങ്ങി പെറ്റമ്മയെ വെല്ലുവിളിക്കാൻ വന്നിരിക്കുന്നു. ഇതിനും മാത്രം എന്തു മഹത്വമാടാ ആ നാശം പിടിച്ചവൾക്കുള്ളത്. സാറൊന്നും വിചാരിക്കരുത്. പലവട്ടം സാക്ഷിയായതുകൊണ്ട് പറയുക. വെറും ഒരു പെണ്ണിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ അമ്മയും മകനും തമ്മിൽ തെറ്റരുത്. അത് തെറ്റാണ്. ഏയ്, നീ ആരാടാ അത് പറയാൻ? നിന്നെ വേണ്ട വേലയാ, ഇവന്റെ കണ്ണില് തിമിരം ബാധിച്ചിരിക്കുക. പറയുന്ന എന്താ ചെയ്യുന്ന എന്താന്ന് ബോധ്യമില്ലാത്തവൻ. ഏയ്, നിങ്ങൾ കൂടുതൽ പ്രസംഗിക്കണ്ട. ആ ചിത്രം എവിടെ പോയി എന്ന് പറഞ്ഞാ മതി. ഇല്ലെങ്കിൽ പറയിപ്പിക്കും ഞാൻ. ആ ചിത്രം എന്റെ കയ്യിൽ കിട്ടിയില്ലല്ലോ എന്നുള്ള ഖേദം മാത്രമേ എനിക്കുള്ളൂ. കിട്ടിയിരുന്നെങ്കിൽ ഞാനത് കത്തിച്ച് കാറ്റി പറത്തിയാനെ. അവന്റെ ഒരു രാധ, അവളെ കണ്ട് ഭ്രാന്ത് ഇളകിയിരിക്കുക മേഘ നിനക്ക്. ഏതായാലും ഒരു കാര്യം നീ ഓർത്തോ, ഈ നിമിഷം മുതൽ നിനക്കവളെ കാണാൻ കഴിയല്ലേ എന്നും മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ അവൾ ആദ്യം എന്റെ കൺമുമ്പിൽ വന്ന് പെടണം. പിടിവരെ ഒരു കത്തി ഞാൻ അവളുടെ നെഞ്ചിലേക്ക് കുത്തി ഇറക്കുമെന്ന് ഉറപ്പാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.